ദേ ഈ മാങ്ങയുടെ അണ്ടി ഉണ്ടോ, ഇതിനെ ആരും കളയരുത് കേട്ടോ. ഇനി നല്ല പഴുത്ത മാങ്ങയുടെ അണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കളയരുത് കേട്ടോ. ദേ നമ്മൾ ഈ ബ്യൂട്ടി പാർലറിൽ പോയി കഴിഞ്ഞാൽ ഒരു പപ്പായ ഫേഷ്യൽ, മാംഗോ ഫേഷ്യൽ, സംഭവമൊക്കെ കണ്ടിട്ടില്ലേ? നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇച്ചിരി ഉപ്പ് അല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ടിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് ഒരു 2 to 5 മിനിറ്റ്സ് സ്ക്രബ് ചെയ്തിട്ട് അത് കുറച്ച് നേരം ലീവ് ചെയ്യാം. നിങ്ങൾക്ക് കൈ കൊണ്ട് അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൈ കൊണ്ട് മസാജ് ചെയ്യാം. നല്ല സാധനം കേട്ടോ, നല്ല ഗ്ലോയൊക്കെ കിട്ടുന്ന സാധനമാണ്. നമുക്ക് ഇങ്ങനെ ചെയ്ത് ഉണ്ടോ? ഇത് ഞാൻ ഓൾറെഡി തേച്ച് വെച്ചേക്കണതാണ്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ ആഫ്റ്റർ എഫക്റ്റ്. ഇത് ഞാൻ ഓൾറെഡി 10 മിനിറ്റ് തേച്ച് വെച്ചേക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. ചേട്ടാ നല്ല രസമാണ് കേട്ടോ. കളയരുത്. മാങ്ങേണ്ട ഒരു സാധനം കളയരുത്. മാങ്ങ മാത്രമല്ല, പപ്പായ എന്ത് കിട്ടിയാലും മുഖത്ത് വെക്കുക. എൻ്റെ പരിപാടി അങ്ങനെ വെളുക്കാനൊന്നുമല്ല കേട്ടോ, നല്ല എപ്പോഴും സ്കിന്നിന് നല്ല രസമായിട്ടിരിക്കും. ഇത് നമ്മൾ ഈ മാങ്ങാണ്ടിയൊക്കെ തിന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ഹലോ, ആരെങ്കിലും വിളിച്ചിട്ട് നമ്മൾ പറയില്ലേ, അമ്മാ ഇതാ ഈ മാങ്ങാണ്ടിക്ക് കൂട്ടുപൊക്കോളൂ എന്ന് പറയില്ലേ? ഞാൻ പറയാറുണ്ടെങ്കിൽ പറയാറുണ്ടോ? ഇല്ലല്ലേ? നമുക്കിന്ന് മുഖമൊക്കെ ഒന്ന് കഴുകാം. ഇതിവിടെ ടാപ്പുണ്ട്. ഇത് മുഖം ഞാൻ നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. കണ്ടില്ലേ? നല്ല സോഫ്റ്റ് ആവും. മുഖമൊക്കെ നല്ല ടൈറ്റനിങ് ചെയ്യുന്ന ഈ മസാജ് കൊണ്ടൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള വൈറ്റമിൻ സി അതൊക്കെ നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. നല്ല ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കാൻ നല്ലതാണ്. അപ്പം ചുമ്മാ എന്തിനാ മാങ്ങാണ്ടിയൊക്കെ കളയുന്നല്ലേ? അതിൻ്റെ ഉള്ള പൾപ്പൊക്കെ നമുക്ക് തിന്ന് കഴിഞ്ഞിട്ട് ബാക്കി നമ്മുടെ മുഖത്ത് തേക്കാം. അപ്പോൾ നിങ്ങളിത് ചെയ്യൂലേ? തേക്കണം കേട്ടോ. അപ്പം ബൈ. ഇവിടെയൊക്കെ മാങ്ങ ഇരിക്കണം. ഈ ചൊന്തരം കേട്ടത് മതി. പക്ഷേ നിങ്ങൾ ചെയ്യണം കേട്ടോ, നല്ല സാധനം കേട്ടോ, കളിയായിട്ടൊന്നും പറഞ്ഞല്ല.